ഹായ് ഫ്രണ്ട്സ്, ദ കോമ്പറ്റീഷൻ അറീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSC CHSL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിന്റെ മറ്റൊരു വീഡിയോ ആണിത്. അതായത് ഇപ്പോൾ SSC CHSL 2019 എക്സാം നടന്നിരുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒക്ടോബർ 2 മാസം മുന്നേ ഒക്ടോബറിൽ നടന്നിരുന്നു. അപ്പോൾ ഒക്ടോബർ 12 നടന്ന CHSL Tier 1 എക്സാമിന്റെ ഇംഗ്ലീഷ് പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് പേപ്പറിൽ 25 ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് പറയാം. ഷിഫ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ പേപ്പറിലേക്ക് കിടക്കാം, ഡിസ്കഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡയറക്ഷൻസ് എന്താണ്? സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ സിനോണിം എന്ന് പറയുന്നത് അറിയാത്തവർക്ക് എന്താ വെച്ചാൽ ഒരേ മീനിങ് ഉള്ള വാക്കുകളാണ് സിനോണിം. അപ്പോൾ ബേസിക്കലി ഒരു വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അസേർഷൻ എന്ന് പറയുന്ന വാക്ക്, ആ വാക്കിന്റെ മീനിങ്ങുമായിട്ട് ഏറ്റവും അടുത്ത മീനിങ് ഉള്ള വാക്ക് ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യണം. എപ്പോഴാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വാക്കാണ് നമുക്ക്, അപ്രോപ്രിയേറ്റ് വേർഡാണ് നമുക്ക് അടുത്തത്. എക്സാക്ട്ലി അത് തന്നെ ആവണമെന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കിന്റെ മീനിങ് ആവണമെന്നില്ല. അപ്പോൾ അസേർഷൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് കാണാം. എന്താണ് അസേർഷൻ? അസേർഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇപ്പോൾ എങ്ങനെ പറയാ, നമ്മൾ ഒരു സാധനം ഡിക്ലെയർ ചെയ്യണം അല്ലെങ്കിൽ തർപ്പിച്ച് പറയണം. അപ്പോൾ ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഉത്തരമായി ഓപ്ഷൻ സി ആണ്. അപ്പം നമ്മൾ ഒരു കാര്യം വളരെ ഫേമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഉറപ്പിക്കുകയാണ്, നിലപാട് നമ്മൾ അറിയിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അസേർട്ട് ചെയ്യണം അങ്ങനെ കാര്യം. അങ്ങനെ അത്രയും ക്ലിയർ ആയിട്ട് അത് പ്രഖ്യാപിക്കുക എന്നൊക്കെയാണ് അസേർഷൻ ഉദ്ദേശിക്കുന്നത്, അസേർട്ട്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കണം ഡിക്ലറേഷൻ. ബാക്കിയുള്ള വാക്കുകൾ നോക്കുകയാണെങ്കിൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യണം നമുക്കറിയാം. അപ്പോൾ ഡിസ്കഷൻ വരില്ല. റിജക്ഷൻ, റിജക്ട് ചെയ്യുക, നമുക്ക് റിജക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയാം. അപ്പോൾ അതുമല്ല. പിന്നെ കണ്ടിന്യൂഷൻ, അതിന്റെ തുടർച്ച, അതുമല്ല. ഓപ്ഷൻ സി ആണ് ഡിക്ലറേഷൻ. അപ്പോൾ എപ്പോഴും നമ്മൾ വാക്കുകൾ പഠിക്കുമ്പോൾ ആ വാക്കിന്റെ കറക്റ്റ് മീനിങ് പഠിക്കണം. കറക്റ്റ് മീനിങ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വാക്കിന്റെ ഏറ്റവും അടുത്തുള്ള മീനിങ് അറിയണമെങ്കിൽ ആ മീനിങ്ങിന്റെ കറക്റ്റ് മീനിങ്, വാക്കുകളുടെ കറക്റ്റ് മീനിങ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് സെലക്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. സ്പെല്ലിംഗ് ആണ് ഇവിടെ പ്രശ്നം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഓരോ അഡ്ജക്റ്റീവിന്റെ മറ്റൊരു വേർഷനാണ് നോക്കുന്നത്. അപ്പോൾ ഓഫുൾ എന്ന് പറയുന്നതിന്റെ അഡ്ജക്റ്റീവ് ശരിക്കും എങ്ങനെയാണ്? AWFUL എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ്. അത് LLY ഇട്ടുണ്ടെങ്കിൽ ഓഫുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. അപ്പോൾ അത് തെറ്റല്ല, നമുക്ക് സ്പെല്ലിംഗ് തെറ്റാണ്. ഇപ്പോൾ അൺഡ്യൂലി എന്ന് പറഞ്ഞാൽ അൺഡ്യൂലിന്റെ സ്പെല്ലിംഗ് കറക്റ്റാണ്. അൺഡ്യൂലി അറ്റൻഷൻ എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു, ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്തത് അൺറൂളി എന്ന് പറയുന്നത് അതിന്റെ സ്പെല്ലിങ്ങും കറക്റ്റാണ്. അപ്പോൾ അതുമല്ല. ഫെയ്ത്ത്ഫുൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കറക്റ്റാണ്. നമുക്ക് ഇതേ സാധനം നമ്മൾ ഫോമൽ ലെറ്റേഴ്സിലൊക്കെ കാണാറുണ്ട്, ഫെയ്ത്ത്ഫുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഫെയ്ത്ത്ഫുള്ളി അവിടെ 2 L നമ്മൾ ആവശ്യമുണ്ട്. ഫെയ്ത്ത്ഫുള്ളി അപ്പോൾ 1 L അല്ല 2 L ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് റൈറ്റ് ആൻസർ. റോങ്ലി സ്പെൽഡ് വേർഡ് ഫെയ്ത്ത്ഫുള്ളി ആണ്. കറക്റ്റ് സ്പെല്ലിംഗ് ഇസ് FAITHFULLY 2. സോ ഓപ്ഷൻ ഡി. നമുക്ക് അറിയുന്നതായിരിക്കും, ഒരുപാട് പഠിക്കേണ്ടതാണ്, നമ്മൾ വായിച്ചിട്ട് ഒരുപാട് പഠിക്കേണ്ടതാണ്. പല ഇഡിയംസും നമ്മുടെ മലയാളത്തിൽ നമ്മൾ കാണുന്ന പല ചൊല്ലുകളും അതൊക്കെ ആയിട്ട് കുറച്ച് സാമ്യം ഉണ്ടാവും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പ് ഇൻ ദി ആംസ് എന്നാണ്, അപ്പ് ഇൻ ദി ആംസ്. അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ നമ്മൾ ഓപ്ഷൻ ബി ഒക്കെ സെലക്ട് ചെയ്യാം. ഗിവ് അപ്പ് ഫൈറ്റിംഗ് ആൻഡ് സറണ്ടർ, അതല്ല. ഇതിന്റെ ഒറിജിനൽ ആൻസർ ആംഗ്രി അബൌട്ട് സംതിങ് ആണ്. ആംഗ്രി അബൌട്ട് സംതിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഓരോ നമ്മൾ വായിച്ചിട്ട് പഠിക്കുക തന്നെ വേണം ഇഡിയംസ്. നമ്മൾ പറഞ്ഞ ബുക്ക് ഉണ്ട്, നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞ ബുക്കാണ് അരിഹന്തിന്റെ SP ബക്ഷി ബുക്കും അതുപോലെ തന്നെ കിരൺ പ്രകാശിന്റെ ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബുക്കും. ഇത് രണ്ടിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. CGL CHSL എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരുപാട് അത്യാവശ്യമായിട്ടുള്ള ബുക്കാണത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എ. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഒരു പാസേജ് തരും, ആ പാസേജിലെ ഒരുപാട് ബ്ലാങ്ക്സ് ഉണ്ടാവും, അത് നമ്മൾ ഫില്ല് ചെയ്യണം. ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഈ പാസേജ് തന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കുക. ബ്ലാങ്ക്സിന്റെ കൂടെ തന്നെ ബ്ലാങ്ക്സ് ഇട്ട് തന്നെ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ആ പാസേജിന്റെ ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ആൻസർ ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് അത് കണക്ട് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സ്മാർട്ട് ഫോൺസ് ഹാവ് ബിക്കം എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ ലൈഫ്സ് ആൻഡ് their dash usage is now impacting human behavior. We need to dash think about
digital detox. Yes, the concept of disconnecting with dash virtual world is not just a fad. It's the need of the hour today. The global brand director of the smartphone Vivo, in his speech, nudged all smartphone users dash a step backwards and think. He said, "Let's dash our mobiles and pledge to be closer and nearer to our loved ones." അപ്പം ഇങ്ങനെ വായിച്ചു നോക്കിയത് കുറച്ചുകൂടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസേജാണ്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും ഈ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് ടൈപ്പ് പാസേജാണ്, പാസേജ് നമുക്ക് മീനിങ് എന്താണ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ബ്ലാങ്ക് നമ്പർ 1 ആണ് നമുക്ക് ഫിൽ ചെയ്യേണ്ടത്. എന്താണ്, smartphones have become an essential part of our lives and their dash usage is now impacting human behavior. എന്തറിയും, എക്സീഡിങ് യൂസേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷെ അത് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ അല്ല. എക്സസീവ്, എക്സീഡ്, എക്സീഡിംഗ്ലി. അപ്പോൾ എക്സീഡ് എന്തായാലും വരില്ല, ഓപ്ഷൻ സി തെറ്റാണ്. എക്സീഡിംഗ്ലി യൂസേജ് എന്ന് പറയില്ല. എക്സീഡിംഗ്ലി എൻ്റെ കൂടെ യൂസേജ് ഫോളോ ചെയ്യുന്ന യൂസേജ് എന്ന വാക്കല്ല വരില്ല, ഒരിക്കലും അങ്ങനത്തെ ഒരു വാക്ക് വരില്ല. എക്സസീവ് യൂസേജ് തന്നെയാണ് കറക്റ്റ് വാക്ക്. എക്സസീവ് തന്നെയാണ്. അപ്പോൾ ഒരു നൗണിനെ മോഡിഫൈ ചെയ്യുന്ന ഒരു ആഡ്ജക്റ്റീവ് അല്ലെ, എക്സസീവ് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് ആഡ്ജക്റ്റീവ് ഫോം. എക്സസീവ് തന്നെയാണ്, എക്സീഡിങ് വരില്ല. എക്സീഡിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അളവ് അല്ലെങ്കിൽ ലിമിറ്റ് എക്സീഡ് ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. എക്സീഡിങ് ആ ഒരു മീനിങ്ങിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. എക്സസീവ് എക്സീഡിങ്ങും രണ്ടർത്ഥമാണ്. എക്സീഡിങ് പറയുമ്പോൾ നമ്മൾ ഒരു ലിമിറ്റിനെ എക്സീഡ് ചെയ്ത് പോകുന്നു, ആ ഒരു അളവിനെ കൂടുതലായിട്ട് എക്സീഡ് ചെയ്ത് പോകുന്നു. എക്സസീവ് തന്നെ ഒരുപാട് എന്നർത്ഥം. അപ്പോൾ എക്സസീവ് യൂസേജ് ആണ് കറക്റ്റ് മീനിങ്. അടുത്ത് നോക്കാം. വി നീഡ് ടു ഡാഷ് തിങ്ക് അബൌട്ട് ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് വെച്ചാൽ വി നീഡ് ടു സീരിയസ് തിങ്ക് വരില്ല, സീരിയസ്നെസ് തിങ്കും ഒരിക്കലും വരില്ല. സീരീസ് എന്ന് പറഞ്ഞാൽ ഓൾ ടുഗദർ ഡിഫറെൻറ്റ് വാക്കാണ്. സീരിയസ്ലി എന്നാണ്, അത് വായിച്ചത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഓപ്ഷൻ ഡി ആണ്. വി നീഡ് ടു സീരിയസ്ലി തിങ്ക് അബൌട്ട് ഡിജിറ്റൽ ഡീറ്റോക്സ്. അടുത്തത്, യെസ്, ദ കോൺസെപ്റ്റ് ഓഫ് ഡിസ്കണക്ടിങ് വിത്ത് ഡാഷ് വെർച്വൽ വേൾഡ് ഇസ് നോട്ട് ജസ്റ്റ് എ ഫാഡ്. അപ്പോൾ ബ്ലാങ്ക് നമ്പർ 3 എന്താണ് വരിക, ദ വെർച്വൽ വേൾഡ് തന്നെയാണ് വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഡിസ്കണക്ടിങ് വിത്ത് മെനി വെർച്വൽ വേൾഡ് എന്നില്ല. എനി വെർച്വൽ വേൾഡ് മീനിങ്ലി തെറ്റാണ്, ആ വെർച്വൽ വേൾഡ് അല്ല. ആ കറക്റ്റ് ദ വെർച്വൽ വേൾഡ്, ആ വെർച്വൽ വേൾഡിനാണ് ഉദ്ദേശിക്കുന്നത്, ഐ മീൻ വെർച്വൽ വേൾഡിന്. അപ്പം ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ബി, ദ. അടുത്തത് ഓപ്ഷൻ ബ്ലാങ്ക് നമ്പർ 4. The global brand director of smartphone Vivo, in his speech, nudged all the smartphone users dash a step backwards and think. To take a step backwards and think എന്നാണ് ആൻസർ വരിക. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം, ഓപ്ഷൻ എ വരില്ലേ, ടു ടേക്കിംഗ് എന്നത് അത് കറക്റ്റ് യൂസേജ് അല്ല. നഡ്ജ്ഡ് ഓൾ സ്മാർട്ട് ഫോൺ യൂസേഴ്സ് ടു ടേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ യൂസേഴ്സ് ഇൻ ടേക്കിംഗ് സ്റ്റെപ്പ് ടുവേർഡ്സ് ബാക്ക്വേർഡ്സ് ആൻഡ് തിങ്ക് എന്ന് വേണമെങ്കിൽ വരാം, പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല ഗ്രാമാറ്റിക്കലി ശരിയാണെന്ന്. നഡ്ജ്ഡ് ഓൾ സ്മാർട്ട് ഫോൺ യൂസേഴ്സ് ടു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്വേർഡ്സ് ആൻഡ് തിങ്ക് തന്നെയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ബ്ലാങ്ക് ആണ്. ലെറ്റ്സ് ഡാഷ് ആർ മൊബൈൽസ് ആൻഡ് പ്ലെഡ്ജ് ടു ബി ക്ലോസർ ആൻഡ് നിയറർ ടു അവർ ലവ്ഡ് വൺസ്. അത് നമുക്കറിയാം, സ്വിച്ച് ഓഫ് തന്നെയാണ്. ഒരുപാട് അത്യാവശ്യം നമുക്ക് പരിചയമുള്ള കാര്യമാണ്. സ്വിച്ച് ഓഫ് ആർ mobiles and pledge to be closer and nearer to our loved ones. About the next, അടുത്ത question. Select the most appropriate synonym of the given word. Yes, guile, Guile, guile എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ. അപ്പോൾ ഗൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കുന്നു. ഗൈൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉടായ്പും തട്ടിപ്പും ഒക്കെ കാണിച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന ഒരു സ്റ്റൈലാണ്, രീതിയാണ് ഗൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിനോണിമാണ് വേണ്ടത്. ഇതിൻ്റെ മീനിങ്ങുമായിട്ട് സിമിലർ ആയിട്ടുള്ള മീനിങ്. അപ്പോൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെറിയ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്ക് ചെറിയൊരു ഇൻറ്റ്യൂഷൻ വരുന്നുണ്ട്, എൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് ഉപയോഗിച്ച് എനിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് എവിഡൻസോ അല്ലെങ്കിൽ ഒരു റീസണിങ്ങോ ഒന്നും ഇല്ലാതെ, ഒരു റീസൺ ഒന്നും മനസ്സിലാവാതെ തന്നെ ചിലപ്പോൾ നമുക്ക് തോന്നാം ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ഇങ്ങനെ ആയിരിക്കണം എന്നെനിക്ക് തോന്നാം. ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു വസ്തുതയാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല. സർഫിറ്റ് എന്ന് പറയുമ്പോൾ സർഫിറ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഇസ് എക്സസീവ് ആണ്, ഒരുപാട് കൂടുതൽ. അപ്പോൾ അതുമല്ല. സിൻസിയറിറ്റി അറിയാം, അതിൻ്റെ സിൻസിയർ ആയിരിക്കുന്ന
ആ ഒരു അവസ്ഥ സിൻസിയറിറ്റി. അപ്പൊ ഡിസീറ്റ് നമുക്കറിയാം, ഡിസീവിങ് അല്ലെങ്കിൽ പറ്റിക്കുക അല്ലെങ്കിൽ കബളിപ്പിക്കുക, അതൊക്കെയാണ് ഡിസീറ്റ് അർത്ഥം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഗൈലിന്റെ സിനോണിം ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. Select the most appropriate option to substitute the underlined segment in the given sentence. ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്ന സെഗ്മെന്റ് ഞാൻ പറഞ്ഞാൽ ടു ബി ഡ്യൂറബിൾ എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്, വിട്ടുപോയതാണ്. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്ത സെഗ്മെന്റ് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഫ്രേസ് ഏതാണുള്ളത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നോ ഇംപ്രൂവ്മെന്റ് എഴുതാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെന്റൻസ് എന്താണ്? ലെനോവോ ഹാസ് ലോഞ്ച്ഡ് ThinkPad 11 Fold, the world's first foldable laptop which is claimed to be so durable as its other devices. അപ്പോൾ ലെനോവോ വേൾഡ്സ് ഫസ്റ്റ് ഫോൾഡബിൾ ലാപ്ടോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലാപ്ടോപ്പിന്റെ അത് മുമ്പ് ഇറക്കിയ ഡിവൈസുകളുടെ അത്ര തന്നെ ഡ്യൂറബിൾ ആണ് എന്നാണ് മീനിങ്. അപ്പോൾ എന്താണ് വരുന്നത്? ടു ബി സോ ഡ്യൂറബിൾ എന്ന് എന്തായാലും നമ്മൾ ഇംപ്രൂവ്മെന്റ് ആവശ്യമുണ്ട്, മാറ്റണം. ടു ബി മോസ്റ്റ് ഡ്യൂറബിൾ ആസ് എന്ന് വരില്ല, അത് തെറ്റാണ്, ഗ്രാമാറ്റിക്കലി കറക്റ്റ് അല്ല. ടു ബി വെരി ഡ്യൂറബിൾ ആസ് എന്നല്ല, ടു ബി ആസ് ഡ്യൂറബിൾ ആസ് എന്നാണ് വരുന്നത്. കാരണം ഇവിടെ ഇത്തരം അതിന് അത്ര തന്നെ ഇതുമുണ്ട് എന്ന് പറയുന്ന മീനിങ് നമുക്ക് വരുന്നത് ആസ് എന്നതിന്റെ കൂടെ അടുത്ത ആഡ്ജക്റ്റീവ് ആസ് എന്നാണ് വരുന്നത്. ഇതിന്റെ നടുവിൽ ആഡ്ജക്റ്റീവ്. അപ്പോൾ ഡ്യൂറബിൾ. അപ്പോൾ നമുക്ക് പറയാം എൻ്റെ ബ്രദറിന്റെ അത്ര തന്നെ ഹൈറ്റ് ഉണ്ട് രാജേഷിന്. സോ രാജേഷ് ഇസ് ആസ് ടോൾ ആസ് മൈ ബ്രദർ. അപ്പോൾ അവിടെ ടോൾ എന്ന് പറയുന്ന ആഡ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ ആസ് ഡ്യൂറബിൾ ആസ് which is claimed to be as durable as its other devices എന്നതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, select the most appropriate word to fill in the blank in the given sentence. ഓക്കെ, സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ fill in the blank ഉണ്ട്. ഓക്കെ, ബ്ലാങ്ക് ഉണ്ട്, ഫിൽ ചെയ്യണം. If the video clip of the murder had not been shared on the social media, the world would likely have remained dash of the tragedy. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ് റെക്കഗ്നൈസ്ഡ് എന്ന വാക്ക്. ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള മീനിങ് ആണെങ്കിലും വുഡ് ഹാവ് ലൈക്ലി റിമെയിൻഡ്, അതായത് വേൾഡ് വുഡ് ഹാവ് റിമെയിൻഡ് റെക്കഗ്നൈസ്ഡ് എന്നല്ല. കാരണം റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക എന്നൊക്കെയാണ്. റെക്കഗ്നൈസ് ചെയ്തു അല്ലേ? അപ്പോൾ പക്ഷെ തിരിച്ചറിയുക എന്നുള്ളതാണ് അവിടെ മീനിങ്. പക്ഷെ അവിടെ നമ്മൾ എന്താ പറയുക, വുഡ് ഹാവ് റിമെയിൻഡ് റെക്കഗ്നൈസ്ഡ് അല്ല അവിടെ വേണ്ടത്. കാരണം വേൾഡ് അവിടെ അപ്പോഴും അങ്ങനെ ചെയ്തിരുന്ന ആ ട്രാജഡിയെ കുറിച്ച് അറിവില്ലാതെ ഇരുന്നേനെ എന്നാണ് അവിടെ ആവശ്യം. റെക്കഗ്നൈസ്ഡ് അല്ല, അൺകൺഫേംഡ് ഒന്നും വരില്ല. കൺഫേമിന്റെ ഓപ്പോസിറ്റ് ആണ് അൺകൺഫേംഡ്. അപ്പോൾ അതുമല്ല. അൺഅവെയർ എന്നാണ് അർത്ഥം. അവെയർനെസ് എന്നൊക്കെ നമുക്കറിയാം. അവെയർ എന്നുണ്ട് എന്താണ്? അതിനെക്കുറിച്ച് ബോധവാനാണ്, അറിഞ്ഞിരിക്കുന്ന ആളാണ്, ബോധവാനാണ്. അപ്പം അൺഅവെയർ ആണ് കറക്റ്റ് ആൻസർ. The world would likely have remained unaware of the tragedy. അത് സോഷ്യൽ മീഡിയയിൽ വന്നില്ലായിരുന്നെങ്കിൽ ലോകം ഇപ്പോഴും അതിനെക്കുറിച്ച് അറിവില്ലാതെ ഇരുന്നേനെ. അൺഅവെയർ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് ആന്റണിം. അപ്രോപ്രിയേറ്റ് ആന്റണിം എന്ന് പറഞ്ഞാൽ സിനോണിമിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ്. ഡിമോളിഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. ഇപ്പോൾ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്യണം, തകർത്തരിപ്പണായിക്കളെ, ഡിമോളിഷ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം കൺസ്ട്രക്ട്. അതിൽ കൂടുതൽ ഒരു ഓപ്പോസിറ്റ് വേണ്ട, ഏറ്റവും കൂടുതൽ ഓപ്പോസിറ്റ് ആണ് കൺസ്ട്രക്ട്. അബോളിഷ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇല്ലാതാക്കുക, സതി അബോളിഷ് ചെയ്യുക. ചെറിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു പഴയ നല്ലൊരു കാര്യം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ചെറിഷ് ചെയ്യുക, നല്ല മെമ്മറീസിനെ ആലോചിച്ച്, ഹാപ്പി മെമ്മറീസിനെ ആലോചിച്ച് ചെറിഷ് ചെയ്യുക. സന്തോഷിക്കുകയല്ല, അതിനൊരു ചാരിതാർത്ഥ്യം കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ്. ഒബ്സ്ട്രക്ട് അറിയാം, ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ഒബ്സ്ട്രക്ട് ചെയ്യുക. അടുത്തത് റോങ്ലി സ്പെൽഡ് വേർഡ്. വീണ്ടും സ്പെല്ലിംഗ് ആണ് ആവശ്യം. സ്പെല്ലിംഗ് റോങ്ലി സ്പെൽഡ് ആണ് അതുകൊണ്ട്. അപ്പം പോപ്പുലർലി എന്ന് പറയുന്ന സ്പെല്ലിംഗ് ഉണ്ട്, കറക്റ്റാണ്. പോപ്പുലർ, POPULAR, പോപ്പുലർ. പോപ്പുലർലി വരുമ്പോൾ LY തന്നെയാണ് വരിക, രണ്ടെന്ന് വരില്ല. കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ബെഗേർലി എന്ന് പറയുന്നതും കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. സിൻസിയർലി ഇങ്ങനെയല്ല നമുക്ക് കണ്ടെത്തുന്ന മനസ്സിലാവും. സിൻസിയറിന്റെ സ്പെല്ലിംഗ് എന്താണ്? SINCERE, സിൻസിയർ. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടുപോലെ തന്നെ ഫെയ്ത്ത്ഫുള്ളിന്റെ അതേ കാര്യം തന്നെ അവിടെ വരുന്നത്. സിൻസിയർലി ലെറ്ററിൽ വരുന്ന വാക്കാണ് സിൻസിയർലി. അവിടെ ഒരു LY ഇട്ടാൽ തന്നെ ആൻസർ ആയി. പക്ഷെ ഇവിടെ SINCEA ആണ് വരുന്നത്, തെറ്റാണ്. സോറി, ഇതാണ് കറക്റ്റ്.
സ്പെല്ലിംഗ് തെറ്റാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് ഇഡിയമാണ്. എന്താണ്? സ്റ്റോർ അപ്പ് ഹോണസ്റ്റ് നെസ്റ്റ്. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ മലയാളത്തിൽ ഏതാണ്ട് ഒരു ചൊല്ലുണ്ട്, ചൊല്ലല്ല, നമുക്കെന്താണ്, ഒരു കടന്നൽക്കൂടിൽ നമ്മൾ കുളമാക്കിയിട്ടുണ്ടെങ്കിൽ, അടിച്ചതിൻ്റെ ലെവൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, പൊളിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് പണി കിട്ടും, ഉറപ്പാണ്. പണി വാലും വെള്ളത്തിലാണ് കിട്ടും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൊവോക്ക് ട്രബിൾ. ഓണറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസെക്റ്റ് ആണ്. ഈ മരത്തിന്റെ മേലൊക്കെ കൂട് കെട്ടി കഴിയുന്ന ഒരു ഗ്രൂപ്പായിട്ട് കഴിയുന്ന ഒരു ഇൻസെക്റ്റ് ആണ്. അപ്പോൾ പ്രാണിയാണ്. അതിന്റെ കൂട് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊളിക്കുന്നവന്റെ പണി അവർ തീർത്തുവിടും. അപ്പോൾ പ്രൊവോക്ക് ട്രബിൾ. പ്രൊവോക്ക് ചെയ്യുന്ന ആവശ്യമായിട്ട് ചൊറിയുക എന്നൊക്കെയാണ് പ്രൊവോക്ക്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ പ്രൊവോക്ക് ട്രബിൾ. അടുത്തത് കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം പാസീവ് ആക്റ്റീവ് ഫോമിനെ പോലെയല്ല. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷനാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ടെൻസ് ചേഞ്ച് ചെയ്യും. എങ്ങനെയാണ് നോക്കാം. ഡു യു അറ്റൻഡ് ദ ഫിലിം ഫെസ്റ്റിവൽ അറ്റ് ഗോവ എവറി ഇയർ? ഹി ആസ്ക്ഡ്. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതായത് ആ പുള്ളിക്കാരൻ ചോദിച്ചു. അപ്പൊ എന്താണ്? ഹി ഈസ് ആസ്കിങ് മീ എന്ന് പറയുന്നത് വരില്ല. അപ്പൊ ഓപ്ഷൻ എ എന്തായാലും കട്ട് ചെയ്ത് നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് പോയാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്, വരില്ല. ഹി ഹാഡ് ആസ്ക്ഡ് മീ വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ റിപ്പോർട്ടിംഗ് സെന്റൻസ് അല്ലെങ്കിൽ ഹി ആസ്ക്ഡ് എന്ന് പറയുന്നത് ടെൻസ്, അതിന്റെ ടെൻസ് ഒരിക്കലും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഹി ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ ഹി ആസ്ക്ഡ് തന്നെ മതി. ഹി ഹാഡ് ആസ്ക്ഡ് അല്ലെങ്കിൽ ഹി ആസ്ക്ഡ് എന്ന് പറയുന്നത് അതിന്റെ ടെൻസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഹി ആസ്ക്ഡ് മതി. അപ്പൊ ഹി ആസ്ക്ഡും ഹി ഹാഡ് ആസ്ക്ഡും വരില്ല. ഓപ്ഷൻ ബിയും തെറ്റാണ്. അപ്പൊ സിയും ഡിയും മാത്രം നോക്കിയാൽ ഇത് ഡിയും വേണമെങ്കിൽ കട്ട് ചെയ്യാൻ പോകും പെട്ടെന്ന് തന്നെ. ഹി ആസ്ക്സ് മീ വരില്ല. അപ്പൊ ഡിയും വരില്ല. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ അറ്റൻഡഡ് ദ ഫിലിം ഫെസ്റ്റിവൽ അറ്റ് ഗോവ എവറി ഇയർ. അപ്പോൾ നോക്കിയാൽ എവറി ഇയർ എന്ന് പറയുമ്പോൾ അറ്റൻഡഡ് ആവശ്യമുണ്ടോ? അങ്ങനെയാണോ? ഹി ആസ്ക്ഡ് മീ അതായത് ഇഫ് ഐ അറ്റൻഡ്സ് ദ ഫിലിം ഫെസ്റ്റിവൽ അറ്റ് ഗോവ എവറി ഇയർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നാം. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ഫോമിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എപ്പോഴും ഇഫ് ഐ അറ്റൻഡഡ് ദ ഫിലിം ഫെസ്റ്റിവൽ അറ്റ് ഗോവ എവറി ഇയർ, അത് ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഐ അറ്റൻഡഡ് എന്ന് തന്നെയാണ് കറക്റ്റ് ഫോം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് ജംബിൾ സെന്റൻസ് ആണ്. ഇതിൽ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ആവശ്യമുള്ള സെക്ഷനാണ്. ഇത് വായിച്ചിട്ട് നമുക്ക് കോംപ്രിഹെൻഷൻ പോലുള്ള റീഡിങ് പാരഗ്രാഫ്സ് ഒക്കെ വായിച്ചിട്ട് അത് നമ്മളുടെ മീനിങ് കോറിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്യാനൊക്കെ ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയാണ് ഇവിടെ നമ്മൾ ആവശ്യം. അപ്പോൾ ഇവിടെ ABCD തന്നെ 4 സെന്റൻസ് ഉണ്ടാവും. ആ സെന്റൻസ് ജംബിൾ ആയിട്ടാണ് കൊടുക്കുക. ഓർഡർ തെറ്റിച്ച് കൊടുക്കും. ആ ഓർഡർ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഉണ്ട് BADC ADBC DBAC DACB ആയിട്ടുള്ള ഓപ്ഷൻ ഏത് ഓർഡറാണ് കറക്റ്റ് നമ്മൾ പറയണം. അപ്പോൾ ഇതൊരു വായിച്ചു നോക്കണം കറക്റ്റ്. This test is conducted on the fully automated driving test track designed by Maruti Suzuki. ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇവിടെ ഉണ്ടോ BADD. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒന്നുകിൽ B വരാം. B ആണെങ്കിൽ ദിസ് ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് A വരില്ല. A ഫസ്റ്റ് സെന്റൻസ് വരില്ല. അപ്പോൾ ഓപ്ഷൻ B ആയിരിക്കില്ല, കട്ടാണ്. അപ്പോൾ അടുത്തത് BO DO ആണ് ഫസ്റ്റ്. ഈച്ച് ഓഫ് ദീസ് സ്പെസിഫിക് സ്കെയിൽസ് ഇസ് ടു ബി ടെസ്റ്റഡ് എന്നാണ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഏതോ സെന്റൻസ് ഉണ്ട്. അപ്പോൾ ബിയും ഫസ്റ്റ് സെന്റൻസ് അല്ല. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. DBACO DACBO ഉണ്ട്. ഫസ്റ്റ് സെന്റൻസ് D ആണ് മനസ്സിലായി. D എന്താണ്? ദ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസസ് ഓഫ് ഡൽഹി ഹാവ് റീസെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ഡ്രൈവിംഗ് ടെസ്റ്റ്. അപ്പോൾ അതാണ് ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായി. ഓക്കെ, അപ്പോൾ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്, ഡൽഹിയിലെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസസ് ഒരു ന്യൂ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അടുത്ത് എന്താ? B ആണോ A ആണോ മാത്രം നോക്കിയാൽ നമുക്ക് ഉത്തരമായി. This test is conducted on the fully automated driving test track designed by Maruti Suzuki. അതിന്റെ ചാൻസ് ഉണ്ട്. A ആണെങ്കിലോ അത് A ആണ്. B ആണെങ്കിലോ ഈച്ച് ഓഫ് ദി സ്പെസിഫിക് സ്കിൽസ് ആണ്. അപ്പോൾ അതിന് മുമ്പ് സ്കിൽസിനെ കുറിച്ച് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, ഒരു സെന്റൻസ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം A ആണെന്ന് മനസ്സിലായി. അപ്പോൾ DACB ആണ്, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. DACB ആണ് അതിന്റെ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ചെയ്യണം. ഇംഗ്ലീഷ് എക്സാമിനൊക്കെ കൂടുതൽ നമുക്ക് സമയം അത്ര ഒരു ടൈമിന്റെ പ്രശ്നം വരാറില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്
അത്യാവശ്യം ഇഫക്റ്റീവ് ആണ്. അടുത്തതും ജംബിൾ തന്നെയാണ്. ദ മോസ്റ്റ് വെൽ നോൺ എമംഗ് ദം ഇസ് ദ പേർപ്പിൾ ഫ്രോഗ് നീഡിങ് ഇമ്മീഡിയറ്റ് പ്രൊട്ടക്ഷൻ. അവിടെ നമുക്ക് നോക്കാം, എ വരുന്നില്ലല്ലേ. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ ബി, സി, ഡി ഇതിൽ മൂന്നിലേതും ഫസ്റ്റ് സെന്റൻസ് ആയി വരാം. ബി നോക്കാം. ദ സീക്രട്ട് ലൈഫ് ഓഫ് ഫ്രോഗ്സ് ഇസ് ദ ഫസ്റ്റ് എവർ ഫിലിം ഓൺ ദ ആംഫിബിയൻസ് ഓഫ് ഇന്ത്യ. അത് ചാൻസ് ഉണ്ട് വരാൻ. ദ ഫിലിം ഹാസ് ബീൻ ഷോട്ട് എക്സ്റ്റെൻസീവ്ലി. അപ്പോൾ എന്തായാലും സി അല്ല. ഇറ്റ് ഷോക്കേസസ് യൂണിക് സ്പീസീസ് ഓഫ് ഫ്രോഗ്സ്. അപ്പോൾ ഡി അല്ല, ബി ആണ് ഫസ്റ്റ് വരാം. അപ്പോൾ ബി എന്താ വരിക? ബി ആണെങ്കിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഡി. ഫസ്റ്റ് ബി നമുക്ക് കണ്ടു. ഫസ്റ്റ് അവർ ഫിലിം ആംഫിബിയൻസ് ഓഫ് ഇന്ത്യനെ കുറിച്ചുള്ള ഫസ്റ്റ് അവർ ഫിലിമാണ് സീക്രട്ട് ലൈഫ് ഓഫ് ഫ്രോഗ്സ്. അടുത്ത സി ആണ് എന്തായാലും വരും അല്ലെ. സി എന്താണ്? ദ ഫിലിം ഹാസ് ബീൻ ഷോട്ട് എക്സ്റ്റെൻസീവ്ലി ഇൻ ദ വെസ്റ്റേൺ ഗാട്സ്. ഓക്കെ, വെസ്റ്റേൺ ഗാട്സിലാണ് ആ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തത്. അടുത്ത എ ആണോ ഡി ആണോ നോക്കണം. ദ മോസ്റ്റ് വെൽ നോൺ അമംഗ് ദം ഇസ് ദ പേർപ്പിൾ ഫ്രോഗ് നീഡിങ് ഇമ്മീഡിയറ്റ് പ്രൊട്ടക്ഷൻ. അല്ല, അടുത്തത് ഡി വരാൻ ചാൻസ് ഉള്ളൂ. കാരണം എന്താണ്? ഇറ്റ് ഷോക്കേസസ് യൂണിക് സ്പീസീസ് ഓഫ് ഫ്രോഗ്സ് ദാറ്റ് ആർ ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ്. അതിനെ കുറിച്ചാണ് അടുത്ത സെന്റൻസ് എയിൽ പറയുന്നത്. അപ്പോൾ ബി, സി, ഡി മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. ഓപ്ഷൻ എ. അടുത്തത്, ഇൻ ദ ഗിവൺ സെന്റൻസ് ഐഡന്റിഫൈ ദ സെഗ്മെന്റ് വിച്ച് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. വെൻ ഐ മെറ്റ് അക്ബർ പദംസി, one of the pioneers of Indian art, he was 87 but still alert and active. Okay, അപ്പോൾ വൺ ഓഫ് എ പയനീസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഡൗട്ട് അടിക്കും അല്ലേ. അപ്പോൾ അവിടെ എന്താണ് വൺ ഓഫ് ദ പയനീസ് എന്ന് അവിടെ തന്നെ മനസ്സിലാവും. എ കട്ട് ചെയ്തിട്ട് നമുക്ക് വൺ ഓഫ് ദി പയനീസ്, ദ പയനീസ് ഓഫ് ഇന്ത്യൻ ആർട്ട് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ അല്ലേ. അത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റ്, ഗ്രാമാറ്റിക്കൽ എറർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. സെലക്ട് ദ വേർഡ് വിച്ച് മീൻസ് ദ സെയിം ആസ് ദ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഗിവൺ. ഓക്കെ, എന്താ പറയുക, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു വാക്കിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് വാക്കുകളുടെ മീനിങ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓപ്ഷൻസിൽ ഏതാണ് ഇതിന്റെ സിമിലർ മീനിങ് വരുന്നത്? ദാറ്റ് വിച്ച് ഇസ് നോ ലോങ്ങർ യൂസ്ഫുൾ. ഇനി അങ്ങോട്ട് യൂസ്ഫുൾ അല്ലാത്ത ഒരു കാര്യം, അതിനാണ്. അപ്പോൾ റിഡൻഡന്റ് എന്ന വാക്ക് നമുക്ക് ആദ്യം കണ്ട. റിഡൻഡന്റ് എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ അതേ സാധനം തന്നെ വന്നിട്ടുണ്ടെങ്കിൽ, സെയിം സാധനം തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലാണ് റിഡൻഡന്റ് എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ്? അത് ആവശ്യമില്ല, നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ളതുണ്ട്, പിന്നെയും അതേ സാധനം തന്നെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആണ്. അതാണ് വിച്ച് ഇസ് നോ ലോങ്ങർ യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇവിടെ മീനിങ് ഓപ്ഷൻ എ ആണ്, റിഡൻഡന്റ്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെന്റ്. അണ്ടർലൈൻ സെഗ്മെന്റ് ഇവിടെ അണ്ടർലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇന്ത്യ വിറ്റ്നസിംഗ് ദ ഡെത്ത് ആണ് അണ്ടർലൈൻ സെഗ്മെന്റ്. It is reported that every day India witnessing the death of over 2000 babies aged less than 1 year. ഇന്ത്യ പെർ ഡേ, എവറി ഡേ, എല്ലാ ദിവസവും ഏതാണ്ട് 2000-ന് മുകളിൽ ചെറിയ കുട്ടികളുടെ, അത് 1 വയസ്സ് കുറവുള്ള കുട്ടികളുടെ മരണം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സിറ്റുവേഷൻ ആണ്. അപ്പം ഇന്ത്യ വിറ്റ്നസിങ് ദ ഡെത്ത് തന്നെ തിരിയാവില്ല. എല്ലാ ദിവസവും ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ല, അവിടെ ഗ്രാമാറ്റിക്കലി തെറ്റാണ്. അവിടെ കണ്ടിന്യൂസ് ടെൻസ് പാടില്ല, പ്രസന്റ് കണ്ടിന്യൂസ് പാടില്ല. It is reported that at every day India witnesses ആണോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. കാരണം അവിടെ ഇന്ത്യനെ എടുത്തിരിക്കുന്നത് സിംഗുലർ ആയിട്ടാണോ അതോ പ്ലൂറൽ നൗൺ ആണോ എന്നാണ് നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്നത് എപ്പോഴും സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സിംഗുലർ വേർബ് എന്തായിരിക്കും? വിറ്റ്നസസ് എന്നുള്ളത്. ഇന്ത്യ എടുക്കുമ്പോൾ വിറ്റ്നസസ് ആണ് ഇവരുടെ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യ വിറ്റ്നസസ് ദ ഡെത്ത്. ഓക്കെ, അടുത്തത്, the given sentence identify the segment which contains a grammatical error. Grammar error ഉള്ളത് നോക്കണം. Your skill lie in cheering up people who are stressed out, wound up or generally just annoyed. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പ്രശ്നമുണ്ട്. യോർ സ്കിൽ എന്ന് പറയുന്ന അവിടെ കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ യോർ സ്കിൽ എന്ന് പറയുന്നത് അവിടെ സബ്ജക്റ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് ആണ് യോർ സ്കിൽ. ഓക്കെ, അപ്പോൾ അതെന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. നിന്റെ കഴിവ് പറഞ്ഞാൽ സിംഗുലർ ആണ്, കഴിവുകളല്ല. സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിയാണ്. അപ്പോൾ എന്താണ്? ലൈ പറഞ്ഞാൽ പ്ലൂറൽ വേർബാണ്. ഇപ്പം ലൈസ് ആണ് കേട്ടോ. യുവർ സ്കിൽ ലൈസ് ഇൻ ചിയറിങ് അപ്പ് പീപ്പിൾ. അപ്പോൾ ഓപ്ഷൻ എയിലാണ് തെറ്റ്. യുവർ സ്കിൽ ലൈസ്, ഇതാണ് കറക്റ്റ്.
ഓപ്ഷൻ എ റൈറ്റ് ആൻസർ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ ആന്റോണിം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്. സർവൈലൻസ് എന്നാണ് വാക്ക്. സർവൈലൻസിന്റെ വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സർവൈലൻസ് ക്യാമറാസ്. ഓക്കെ, അപ്പോൾ അലേർട്ടായി നിൽക്കുക അല്ലെങ്കിൽ അലേർട്ട്നെസ് എന്നൊക്കെയാണ് സർവൈലൻസ്. ജാഗ്രതയോടെ നോക്കുക, ശ്രദ്ധിക്കുക ഒക്കെയാണ് സർവൈലൻസ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അറ്റാക്ക് ഒരിക്കലും വരില്ല. നെഗ്ലക്ട് വരാൻ ചാൻസ് ഉണ്ട്. എൻഡ്യൂറൻസ്, വിജിലൻസ് അതും വരില്ല. വിജിലൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് സർവൈലൻസിന്റെ ഒരു സിമിലർ മീനിങ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആവശ്യം. അപ്പോൾ നെഗ്ലക്ട് തന്നെയാണ് ആൻസർ. നെഗ്ലക്ട് എന്ന് പറഞ്ഞാൽ അത് തീരെ അവഗണിക്കുക എന്നുള്ള അർത്ഥം. Okay, select the most appropriate word to fill in the blank given in the sentence. Padamse worked like a mathematician and was a true dash who experimented with numerous mediums. Mediums എന്ന് പറയുന്നത് ആക്ച്വലി തെറ്റാണ് കേട്ടോ. അവിടെ അങ്ങനെയല്ല അവിടെ വേണ്ടത്. മീഡിയം എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ ഫോമാണ് മീഡിയ. നമ്മളെ സിനിമകളിലൊക്കെ ഒരുപാട് പേര് അല്ലെങ്കിൽ ടി വിയിലൊക്കെ കാണുമ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു തെറ്റാണ്. അവർ മീഡിയാസ് എന്ന് പറയുന്നത് അത് ഭയങ്കര ബ്ലണ്ടറാണ്, തെറ്റാണ്. മീഡിയാസ് എന്ന് പറയില്ല. മീഡിയ എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് ഓൾറെഡി പ്ലൂറൽ. അത് ഇനിയും എസ് ചേർത്തുകൊണ്ട് നമുക്ക് പ്ലൂറൽ മീഡിയാസ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? ഹി വർക്ക് ലൈക്ക് എ മാത്തമാറ്റീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു? ഹി വാസ് എ ട്രൂ വിഷണറി എന്നാണ് കറക്റ്റ് ഇവിടെ വരിക. വോളണ്ടറി, ലിറ്റററി, ആഡ്വേഴ്സറി എന്നൊന്നും ഇവിടെ കറക്റ്റ് മീനിങ് വരില്ല. വിഷണറി, ഒരു വിഷൻ ഉള്ള ഒരു വ്യക്തിത്വം, ഒരു വ്യക്തിയൊക്കെയാണ് വിഷണറി എന്നൊക്കെ വിളിക്കുക. ഒരുപാട് ലെജൻഡ്സ് അല്ലെങ്കിൽ ഒരുപാട് ആളുകളൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, ഒരുപാട് ഒരുപാട് ഐഡിയാസ് ഉള്ള ജീനിയസുകളൊക്കെ നമ്മൾ വിഷണറി എന്നൊക്കെയാണ് ഉപയോഗിക്കുക. വിഷണറി എന്നുള്ള വാക്ക് നമ്മൾ ഫെമിലിയർ ആവണം. ഓക്കെ, അടുത്ത select the word which means the same as a group of given words. അതായത് one word substitution, OWS. Something that is genuine. ഇത് സിമ്പിളാണ്. ജെന്യൂൻ ആയിട്ടുള്ള എന്താണ്? അൺറിയൽ ഒരിക്കലല്ല, തെറ്റാണ്. അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഒത്തന്റിക്, മജസ്റ്റിക് എന്ന് പറയുന്നത് ഒരു മാർവലസ്, ഭയങ്കര സംഭവം. ഓപ്ഷൻ സി ആണ്, ഒത്തന്റിക് ആണ് അർത്ഥം. ഒത്തന്റിക് എന്ന് പറഞ്ഞാൽ കറക്റ്റ്, പെർഫെക്റ്റ്, അതിൻ്റെ എക്സാക്ട് ആയിട്ടുള്ള ഒരു സംഭവം, ഒരു കാര്യമാണ് ഒത്തന്റിക് ഇൻഫർമേഷൻ. വളരെ കൃത്യമായിട്ടുള്ള, പെർഫെക്റ്റ് എന്നൊക്കെ ഉള്ളതാണ് ഒത്തന്റിക്. അല്ലെങ്കിൽ ജെനുവിൻ, കറക്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ജെനുവിൻ എന്നുള്ളത് സംതിങ് ദാറ്റ് ജെനുവിൻ ഇസ് ഒത്തന്റിക് ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മളെ ക്വസ്റ്റിൻ്റെ അവസാനം എത്തിയിരിക്കുകയാണ്. 25 ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മൾ October 12th നടന്ന ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷിലെ CSSL ഇപ്പോൾ നടന്ന ക്വസ്റ്റ്യൻ ആണ്. ലേറ്റസ്റ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുക. നമ്മളിപ്പോൾ 25 ക്വസ്റ്റ്യൻ ചെയ്തെങ്കിലും ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കവർ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ആക്റ്റീവ് പാസീവ്, ഇൻഡയറക്റ്റ് ഫോം, ഡയറക്റ്റ് ഫോം, പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അത് ക്ലോസ് ടെസ്റ്റ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ജംബിൾഡ് വേർഡ്സ്. ഇതിനൊക്കെ നമുക്ക് പ്രാക്ടീസ് ആവശ്യമാണ്. കണ്ടാൽ എളുപ്പമാണെന്ന് തോന്നുന്നതെങ്കിലും ഇതിന് പ്രാക്ടീസ് അത്യാവശ്യമാണ്. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ എക്സാമിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ശരി ഉത്തരം, പക്ഷേ ആൻസർ കീ വരുമ്പോഴാണ് മനസ്സിലാവുക നമ്മൾ കൊടുത്തത് തെറ്റാണ്. എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ, പ്രാക്ടീസ് എപ്പോഴും പറയുമെങ്കിലും വളരെ എത്രയോ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് പ്രാക്ടീസ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ അടുത്ത വീഡിയോ കാണുന്നവരെ